ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രാധിക കാർ ഓടിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കാറ് നിൽക്കുന്നു. കാറാണെങ്കിൽ പിന്നെ സ്റ്റാർട്ടാകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മഹേഷ് പറയാണ്, എങ്കിൽ കാർ ഇവിടെ ഇട്ടിട്ട് നമ്മുടെ കുട്ടികളെ അന്വേഷിച്ച് നമുക്ക് നടന്നു പോകാമെന്ന്. കാറ് നിർത്തിയിട്ടിട്ട് 3 പേരുമാണെങ്കിൽ നടന്നു പോവുകയാണ്. അതേസമയം കിരൺ ആണെങ്കിൽ നിഖിലിനെയും ഗുണ്ടകളെയും തോക്കി ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, ആ കള്ളൻ ഇങ്ങോട്ട് വന്നോ, നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. രോഹിത് ആണെങ്കിൽ കൊള്ളക്കാരൻ്റെ വേഷത്തിൽ അവിടേക്ക് വരുന്നുണ്ട്. നിഖിലാണെങ്കിൽ രോഹിത്തിനെ കാണുന്നുണ്ട്. രോഹിത്ത് വിചാരിക്കുന്നു അതായിരിക്കും കൊള്ളക്കാരനെന്ന്. കിരൺ ആണെങ്കിൽ മുന്നോട്ട് നടക്കുന്ന സമയത്ത് രോഹിത്ത് വന്നിട്ട് നിഖിലിനോട് പറയണം, എൻ്റെ കയ്യിലാണെങ്കിൽ 10 കോടിയുടെ രത്നങ്ങളുണ്ട്, നീ എന്നെ ആ പോലീസുകാരനിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ പകുതി നിനക്ക് തരാമെന്ന് പറയുന്നു. കിരൺ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് രോഹിത്ത് ഒളിക്കുകയാണ്. കിരൺ ആണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തോ സൗണ്ട് കേട്ടല്ലോ എന്ന്. നിഖിൽ അപ്പോൾ പറയണ, ഒന്നുമില്ല, ഞങ്ങൾ തമാശ പറഞ്ഞതാണെന്ന്. കിരൺ പറയണ, ആ കള്ളനാണെങ്കിൽ വലിയ കള്ളനാണ്, അവനെ ഞാൻ വിളിക്കുന്നത് വില്ലനെന്നല്ല, ബബ്ലി എന്നാണ് വിളിക്കുന്നത്, അവൻ്റെ പേര് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. രോഹിത് ആണെങ്കിൽ കിരൺ പറയുന്നതൊക്കെ കേട്ടിട്ട് തലയ്ക്ക് അടിച്ചുകൊണ്ട് വിചാരിക്കുകയാണ്, ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവന് നല്ലൊരു പേരെങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ വിചാരിക്കുന്നു. മഹേഷും രാധികയും സൃഷ്ടിയുടെ അമ്മയും ആണെങ്കിൽ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു. ഓട്ടോക്കാരനാണെങ്കിൽ ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് ഈ ഓട്ടോ എടുത്തോട്ടെ, പിന്നെ കൊണ്ടു തരാമെന്നൊക്കെ പറയുന്നു. മഹേഷിനെ ഓട്ടോ ഓടിക്കാൻ സർല സമ്മതിക്കുന്നില്ല. സർല പറയുന്നു, എനിക്ക് ഓട്ടോ ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് സർലയാണ് ഓട്ടോ ഓടിക്കുന്നത്. മഹേഷ് ആണെങ്കിൽ ഓട്ടോയിൽ ഇരുന്നിട്ട് പറയാണ്, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊക്കെ ഡേഞ്ചറസ് ആയ പെണ്ണുങ്ങളാണ്, എന്തു വേണമെങ്കിലും ചെയ്ത് കളയുമെന്ന് പറയുന്നു. സർല പറയണ, അമ്മമാരങ്ങനെയാണ്, കുട്ടികൾക്ക് എന്തു പ്രശ്നമുണ്ടാകുന്നോ അപ്പോൾ അമ്മമാരാണെങ്കിൽ സിംഹക്കുട്ടികളെ പോലെ ആകുമെന്ന്, അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് രാധികയും പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അമ്മമാർ ആ സമയത്ത് എന്തു വേണമെങ്കിലും ചെയ്യും. രാധിക പറയാണ്, നമ്മുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിയെ രക്ഷിക്കും, എങ്കിലും നമ്മുടെ മുതിർന്നവരുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ പോകണം. സർല പറയുന്നുണ്ട്, നിഖിൽ ആള് ശരിയല്ല, നിഖിലിനെ ഓർത്താണ് എനിക്ക് ഭയമെന്നൊക്കെ പറയുന്നു. കിരൺ ആണെങ്കിൽ ഗുണ്ടകളുടെ ഈ തോക്ക് കാണുകയാണ്. തോക്ക് കണ്ടിട്ട് റിയാക്ട് ചെയ്യാത്തത് കണ്ടിട്ട് നിഖിൽ പറയാണ്, എനിക്ക് നിങ്ങളിൽ സംശയമുണ്ട്, നിങ്ങൾ ഒറിജിനൽ പോലീസ് ആണെങ്കിൽ എല്ലാവരുടെ കയ്യിലും തോക്ക് കണ്ടിട്ട് റിയാക്ട് ചെയ്തേനെന്ന് പറയാണ്. കിരൺ പെട്ടെന്ന് തന്നെ കൂടെയുള്ള ഒരു ഗുണ്ടയുടെ മേലെ തോക്ക് ചൂണ്ടിയിട്ട് ഇപ്പോൾ ഇവനെ ശരിയാക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് ബാക്കി എല്ലാ ഗുണ്ടകളും ആണെങ്കിൽ കിരണിന് നേരെയും തോക്ക് ചൂണ്ടുന്നുണ്ട്. നിഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ആ ഗുണ്ടയൊന്നും ചെയ്യില്ലെന്ന്. കിരൺ പെട്ടെന്ന് തന്നെ തോക്ക് പിൻവലിക്കുന്നു. കിരൺ പറയാണ്, ഞാൻ റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് നിങ്ങളെയല്ല വേണ്ടത്, എനിക്ക് ആ വലിയ കള്ളനെയാണ് വേണ്ടതെന്ന് പറയാണ്. പെട്ടെന്ന് രോഹിത് ആണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനാണ് ഡയമണ്ട് കള്ളനെന്ന്. നിഖിൽ അപ്പോൾ പറയുന്നു, രോഹിത്തിൻ്റെയിലുള്ള തോക്ക് വെച്ച് അയാളെ കൊല്ലാനെന്ന്. നിഖിൽ പറയാണ്, നീ എന്നോട് പറഞ്ഞില്ലേ നിന്നെ രക്ഷിച്ചാൽ പകുതി ഡയമണ്ട് തരാമെന്ന്, അവനെ നീ കൊന്നോ എന്ന് പറഞ്ഞിട്ട് തോക്ക് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. കിരണിനെ തോക്ക് ചൂണ്ടിയാണെങ്കിൽ രോഹിത് നിൽക്കുകയാണ്. കിരൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെയിലാണെങ്കിൽ ഒറിജിനൽ തോക്കല്ല ഉള്ളത്, പക്ഷേ ഏട്ടൻ്റെയിലാണെങ്കിൽ ഒറിജിനൽ തോക്കാണല്ലോ എന്ന്. സമീർ ആണെങ്കിൽ സൃഷ്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. സൃഷ്ടി ആദ്യം സമീർ ആണെന്ന് വിശ്വസിക്കുന്നില്ല. കൊള്ളക്കാരൻ, നിന്നെ കണ്ടാൽ എൻ്റെ സമീറിനെ പോലെയൊക്കെ ഉണ്ടെന്ന് സൃഷ്ടി പറയുന്നു. സമീർ അപ്പോൾ പറയാണ്, എടി പെണ്ണെ, ഞാൻ സമീർ തന്നെയാണെന്ന്, എൻ്റെ ഗെറ്റപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. സൃഷ്ടിക്കാണെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമീർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഉടനെ സമീർ വാ പൊത്തിയിട്ട് പറയാണ്, നീ ബഹളമുണ്ടാക്കില്ല, ബഹളമുണ്ടാക്കിയാൽ ഗുണ്ടകൾ അറിയുമെന്ന് സൂചിപ്പിക്കുന്നു. സൃഷ്ടിയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ ചോദിക്കുകയാണ്, നീ എന്നെ രക്ഷിക്കാൻ വന്നതാണോ എന്ന്. അപ്പോൾ സമീർ പറയണം, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന്. സൃഷ്ടി പറയണം, നീ എനിക്ക് വേണ്ടി ഈ ഗുണ്ടകളുടെ ഇടയിൽ ഒത്തിരി കഷ്ടപ്പെട്ടു വന്നല്ലോ എന്ന്. അപ്പോൾ സമീർ പറയണം, നിനക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും വരും, അത്രയ്ക്ക് വിലപ്പെട്ടതാണ് നീ എനിക്ക്. കുറച്ച് നേരത്തേക്ക് 2 പേരും പരിസരം മറന്ന് കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. സൃഷ്ടിയാണെങ്കിൽ സമീറിനോട് പറയാണ്, എൻ്റെ കൈ കെട്ടിയിരിക്കുകയായതുകൊണ്ട് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ എന്ന് ചോദിക്കുന്നു. സമീർ ആണെങ്കിൽ സൃഷ്ടിയെ കെട്ടിപ്പിടിക്കുന്നു. സൃഷ്ടിയാണെങ്കിൽ താങ്ക് യു പറയാണ് കെട്ടിപ്പിടിക്കുന്നതിന്. സമീർ പറയാണ്, നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമല്ല, കിരണും രോഹിത്തും വന്നിട്ടുണ്ട്, അവരാണെങ്കിൽ ഒരു ഡ്രാമ കളിക്കുന്നുണ്ട്, പ്രീതയാണെങ്കിൽ വെളിയിലുമുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. സമീർ ആണെങ്കിൽ സൃഷ്ടിയുടെ കെട്ടെല്ലാം അഴിച്ചു വിടുകയാണ്. അതേസമയം പ്രീത വിചാരിക്കുകയാണ്, ഇത്രയും നേരമായിട്ട് ഇവർ എന്ത് ചെയ്യുകയാണ്, ഇനിയും എൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ അകത്ത് പോകണമെന്ന് വിചാരിക്കുന്നു. പ്രീത അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് 2 ഗുണ്ടകൾ വെളിയിലേക്ക് വരുന്നു. പ്രീതയാണെങ്കിൽ മറഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും അകത്തേക്ക് പ്രീത കയറുകയാണ്.
പ്രീതയാണെങ്കിൽ അകത്തേക്ക് വന്നത് ഒരു ഗുണ്ട കാണുന്നു. ഗുണ്ടയാണെങ്കിൽ ചോദിക്കുക ആരടി നീ എന്ന്. അപ്പോഴത്തേക്ക് പ്രീത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഗുണ്ട പറയുന്നുണ്ട് ഞാൻ നിന്നെ കണ്ടു, നീ ആ തോട്ടക്കാരി പെണ്ണിന്റെ സഹോദരിയല്ലേ, നിന്നെ എനിക്ക് മനസ്സിലായി, നീ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടി ഗുണ്ടയാണെങ്കിൽ പ്രീതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്